Windows 10 Application Troubleshooting Part 2. നമ്മളിപ്പോൾ ഒരു Windows 10 Pro കമ്പ്യൂട്ടറിൽ ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു ലാപ്ടോപ്പിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലാപ്ടോപ്പിനെ കമ്പനി നെറ്റ്വർക്കിൻ്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൻ്റെ കൂടെ കണക്ട് ചെയ്യും. ഇതേ ലാപ്ടോപ്പിനെ നിങ്ങൾ പുറമേ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ കൂടെ, അതായത് വൈഫൈ നെറ്റ്വർക്കിൻ്റെ കൂടെ കണക്ട് ചെയ്യും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കുറേ മോഡേൺ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയാൽ കുറേ ഡേറ്റയിന് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ വൈഫൈ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്താൽ ഇതുപോലെ കുറേ ഡേറ്റയിനെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കോസ്റ്റ് വളരെ കൂടുതലാവും. നിങ്ങൾ കുറേ ആപ്ലിക്കേഷന് വിൻഡോസ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റിനെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവില്ല. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റിനെ ഓൺ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് നിങ്ങളുടെ ലാപ്ടോപ്പിന് കമ്പനി നെറ്റ്വർക്കിൽ, അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ അപ്ഡേറ്റിനെ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മോഡേൺ ആപ്ലിക്കേഷനെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവാൻ പാടില്ല എന്ന് കരുതിയാൽ നിങ്ങൾ സ്റ്റോറിൽ ചെന്നിട്ടാണ് ആ കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. നമ്മളിവിടെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സ്റ്റോറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, സെറ്റിങ്ങിന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്ഡേറ്റ് ആപ്സ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസ് ആപ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവില്ല. നിങ്ങൾ ഹൈ സ്പീഡിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിന് ഓൺ ചെയ്യാൻ പറ്റും. നമ്മൾ മൈക്രോസോഫ്റ്റ് കമ്പനീൻ്റെ ആപ്ലിക്കേഷൻസ് കുറേ ലോഡ് ചെയ്യും. ഒരു എക്സാമ്പിളിന് നമ്മൾ MS ഓഫീസിനെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ഈ അപ്ഡേറ്റിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷനെല്ലാം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ അപ്ഡേറ്റ് ആയി കളയും. ഈ മൈക്രോസോഫ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ്സൊക്കെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. സെർച്ചിൽ നമ്മൾ അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. വിൻഡോസ് അപ്ഡേറ്റ് സെറ്റിങ്ങിന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്നുണ്ടാവും. ഇതിന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഗിവ് മീ അപ്ഡേറ്റ്സ് ഫോർ അതർ മൈക്രോസോഫ്റ്റ് പ്രൊഡക്റ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ടിക്കിനെ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വല്ലതും ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളിന് MS ഓഫീസ് പോലെ ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. MS ഓഫീസ് ആപ്ലിക്കേഷനൊന്നും അപ്ഡേറ്റ് ആവണ്ട എന്ന് കരുതിയാൽ ഈ ടിക്കിന് നിങ്ങൾ റിമൂവ് ചെയ്യണം. മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അപ്ഡേറ്റൊക്കെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വേറെ ഒരു ക്ലാസ്സിൽ നോക്കാം. നമ്മളുടെ കമ്പ്യൂട്ടറിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ കുറേ ലോഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ആവാതെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്ന് കരുതിയാൽ നമ്മൾ C ഡ്രൈവിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്രോഗ്രാം ഫയൽസിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് അഡോബ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ അഡോബ് റീഡറിന് അപ്ഡേറ്റ് ആവാതെ ബ്ലോക്ക് ചെയ്യണം എന്ന് നിങ്ങൾ കരുതിയാൽ ഈ റീഡറുടെ exe ഫയലിന് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. ഈ അഡോബ് റീഡറിന് നിങ്ങൾ റൺ ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റിന് പോവും. ഈ ആപ്ലിക്കേഷന് അപ്ഡേറ്റ് ആവാതെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫയർവാളിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ വിത്ത് അഡ്വാൻസ് സെക്യൂരിറ്റീനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് കരുതിയാൽ നമ്മൾ പുതിയതായിട്ട് ഔട്ട് ബൗണ്ട് റൂളിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഔട്ട് ബൗണ്ട് റൂളിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ റൂളിന് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനാണ് ബ്ലോക്ക് ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് പ്രോഗ്രാമിനെ സെലക്ട് ചെയ്തിട്ട് താഴെ നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ exe ഫയൽ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം പറയണം. C ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ അഡോബിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. റീഡറുടെ exe ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പണ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫയൽ ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
താഴെ നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് ദ കണക്ഷൻ എന്നുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് താഴെ നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. താഴെ ഒരിക്കൽ കൂടി നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ നെയിമിന് ടൈപ്പ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ നെയിമിന് ടൈപ്പ് ചെയ്തിട്ട് ഫിനിഷിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലോക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള ഇത് ക്രിയേറ്റ് ആവും. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡോബ് റീഡറിന് ഇൻ്റർനെറ്റിന് ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഇൻബൗണ്ട് റൂളിനും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു പുതിയ റൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ റൂളിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഈ ആപ്ലിക്കേഷന് ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവില്ല. കാരണം അപ്ഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റിനെ കണക്ട് ചെയ്താൽ മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, സ്റ്റോർ ആപ്ലിക്കേഷനൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഹാങ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഹാങ് ആയാൽ നിങ്ങൾ ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്തിട്ട് വേണം ആ ആപ്ലിക്കേഷന് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത്. ടാസ്ക് മാനേജറിന് താഴെ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് കീനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെയും നിങ്ങൾക്ക് ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ സെർച്ചിലും ടാസ്ക് മാനേജർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുതന്നെ സ്റ്റാർട്ടിൽ വിൻഡോസ് സിസ്റ്റത്തിനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെയും നിങ്ങൾക്ക് ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാർട്ടിന് റൈറ്റ് ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ വിൻഡോസ് എക്സ് കീനെ പ്രസ് ചെയ്താലോ നിങ്ങൾക്ക് ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെയും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് തന്നെ കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ടാസ്ക് മാനേജറിനെ ഓപ്പൺ ചെയ്യണം എന്ന് കരുതിയാൽ നിങ്ങൾ കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് കീനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ആവും. ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ആവുമ്പോൾ ഫ്യൂ ഡീറ്റെയിൽസ് മാത്രമേ കാണിക്കുള്ളൂ. നമ്മളിപ്പോൾ വിൻഡോസ് സ്റ്റോറിനെ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ആ ഇൻഫർമേഷൻ മാത്രമേ നമുക്കിവിടെ കാണിക്കുന്നുള്ളൂ. താഴെ മോർ ഡീറ്റെയിൽസിന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ സ്ക്രീനിന് കുറച്ച് വലുതാക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ സെപ്പറേറ്റായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കുറേ ആപ്ലിക്കേഷൻസ് റൺ ആവും. ആ ഇൻഫർമേഷനൊക്കെ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു 33 ആപ്ലിക്കേഷൻസ് റൺ ആവുന്നുണ്ട്. ഇതിൻ്റെ താഴെ വിൻഡോസിൻ്റെ പ്രോസസ്സ്, അതായത് സർവീസസൊക്കെ എന്താണ് റൺ ആവുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ഒരു റൺ ആവുന്ന ആപ്ലിക്കേഷൻ എന്തുമാത്രം CPU മെമ്മറിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഈ വിൻഡോയിൽ ഏത് ആപ്ലിക്കേഷൻ കൂടുതൽ CPU മെമ്മറീനെ യൂസ് ചെയ്യുന്നുവോ അവിടെ അവർ കളറിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് റെസ്പോണ്ടിങ് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അതുപോലെ ഒരു ഇൻഫർമേഷൻ ആ ആപ്ലിക്കേഷനിലുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്താലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ആവും എന്ന് പറയാൻ പറ്റില്ല. ആപ്ലിക്കേഷൻ ചെറുതാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ആവും. നിങ്ങൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡാറ്റാബേസ് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഡാറ്റാബേസിനൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ചെയ്യാൻ ഒരു 2-3 മിനിറ്റ് ടൈം ആവും. അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷനെ ക്ലോസ് ചെയ്യണം എന്ന് കരുതിയാൽ എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. റെസ്പോണ്ട് ആവാത്ത ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ എൻഡ് ടാസ്ക് ക്ലിക്ക് ചെയ്താൽ എല്ലാ സമയത്തും ഈ എൻഡ് ടാസ്ക് വർക്ക് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷന് വല്ല ഡിപ്പെൻഡൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷന് എൻഡ് ടാസ്ക് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡിപ്പെൻഡൻസി പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളിൽ നോക്കാം. ഈ ഡിപ്പെൻഡൻസിനെ സിമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് നോക്കിയാൽ, ഒരു എക്സാമ്പിളിന് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് സർവീസിന് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു ബ്രൗസറിനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്രൗസർ നെറ്റ്വർക്ക് സർവീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രൗസർ വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഈ നെറ്റ്വർക്ക് സർവീസിനെ നിങ്ങൾക്ക് നേരിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നെറ്റ്വർക്ക് സർവീസിനെ വിശ്വസിച്ച് കുറേ സർവീസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റൺ ആവുന്നുണ്ട്.
ഈ നെറ്റ്വർക്ക് സർവീസിനെ നിങ്ങൾ ക്ലോസ് ചെയ്യണം എന്ന് കരുതിയാൽ ഈ നെറ്റ്വർക്ക് സർവീസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സർവീസ് ആപ്ലിക്കേഷൻസ് റണ്ണാവുന്നുവോ എല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്ത പിന്നെ മാത്രമേ ഈ നെറ്റ്വർക്ക് സർവീസിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ നമ്മൾ ഒരു ആപ്ലിക്കേഷനെ റൺ ചെയ്താൽ പോലും ആ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് വേറെ ആപ്ലിക്കേഷൻ റണ്ണാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു എക്സാമ്പിളിന് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ABC എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനെ റൺ ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് വേറെ ഒരു ആപ്ലിക്കേഷൻ റണ്ണാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ റണ്ണായാൽ മാത്രമേ താഴെയുള്ള ആപ്ലിക്കേഷൻ റണ്ണാവുള്ളൂ. ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഈ ABC എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ആയിട്ടില്ലെങ്കിൽ അതിനെ ഡയറക്റ്റായിട്ട് എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. താഴെയുള്ള ആ ഡിപ്പെൻഡൻസി ആപ്ലിക്കേഷന് ക്ലോസ് ചെയ്ത പിന്നെ മാത്രമേ മുകളിലുള്ള ആപ്ലിക്കേഷന് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് നമ്മൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ആവുന്നില്ല, ആ ആപ്ലിക്കേഷനെ സെലക്ട് ചെയ്തിട്ട് എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ടാസ്ക് ക്ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഈ ആപ്ലിക്കേഷന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഗോ ടു ഡീറ്റെയിൽസ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പേജിൽ ആ ആപ്ലിക്കേഷന് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ന് വെച്ചാൽ റെസ്പോണ്ട് ആവാത്ത ആ ആപ്ലിക്കേഷന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മുകളിൽ എൻഡ് പ്രോസസ്സ് ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ എൻഡ് പ്രോസസ്സ് ട്രീനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ക്ലോസ് ആവും. ഈ ആപ്ലിക്കേഷനെ ബ്ലേസ് ചെയ്തിട്ട് വേറെ എന്തൊക്കെ ആപ്ലിക്കേഷൻ റണ്ണാവുന്നുണ്ടോ ആ ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ആവും. നോർമലായിട്ട് നിങ്ങൾ ഈ പ്രോസസ്സിൽ ഒരു ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ആയിട്ടില്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ എൻഡ് ടാസ്കിനെ ക്ലിക്ക് ചെയ്തിട്ടും ആ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസിൽ ചെന്നിട്ട് എൻഡ് ടാസ്ക് ട്രീനെ സെലക്ട് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.